ആ കമ്പാർട്ട്മെന്റിൽ ഇയാളുടെ ഉപദ്രവം സഹിച്ചവിടെ കൂടി നിന്നിരുന്നവരെല്ലാവരും ചേർന്ന് ഒന്നിച്ച് ക്ലാപ്പ് ചെയ്തു. ഈ കൊച്ചിക്കാർക്ക് ശ്വാസം മുട്ടിയാൽ നിങ്ങൾ സമാനം പറയോ? നിങ്ങൾ മെഡിക്കലായിട്ട് ജയം കളിച്ച് എല്ലാവരും ഇങ്ങോട്ട് എത്തുന്നുണ്ടായിരുന്നല്ലോ. എന്ത് വകുപ്പില് ഇത്ര ആളുകൾ ശ്വാസം മുട്ടിനകത്ത് നിൽക്കുന്നത്? ആര് പെർമിഷൻ? ഈ വണ്ടിയിൽ കൂടെ പട്ടിയും പൂച്ചയല്ല, നമ്മൾ ഓക്സിജൻ കിട്ടാവുന്ന പള്ളി പോയി പറഞ്ഞാൽ മതി. ശ്രീകുട്ടി എന്ന മിടുക്കിയായ പെൺകുട്ടി അവിടെ കിടന്നു മണിക്കൂറുകളോളം ഇതുപോലെ ഈ ട്രാക്കുകൾക്കിടയിലുള്ള ഇങ്ങനെയുള്ള ഈ സ്ഥലത്ത്. ആ കുഞ്ഞിനെ കാണിച്ചേ, ഈ കൊച്ചു നോക്കിയേ അടുത്ത്. ആ റിയാക്ഷൻ നമുക്ക് കാണാം. പക്ഷെ ഒരൊറ്റ ഒരാള് വാ തുറന്ന് ചോദിക്കുന്നില്ല. എത്ര പേരാണ് മരണപ്പെടുന്നത്? അങ്ങനെ നിങ്ങൾ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നത്? കേന്ദ്ര ഗവൺമെന്റ് എന്തിനാണ് TTR ശമ്പളം തരുന്നത്? 22-633 തിരുവനന്തപുരം ഹസാത്ത് നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. ഈ വണ്ടിക്ക് ഞാനും എൻ്റെ കുടുംബവും യാത്ര ചെയ്യുകയാണ്. കയറുന്ന സമയത്ത് നിങ്ങൾ മാറ്റണമായിരുന്നു. ഇത്രയും കുഞ്ഞുങ്ങളും കുട്ടികളും എല്ലാവരും ഇരിക്കണം. എല്ലാവരും ഭയങ്കര ക്രൗഡായി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു, ചെറിയ കുട്ടികളടക്കം ഇരിക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ സംവിധാനം കുറച്ചുകൂടി നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ TTR ഉണ്ട് അപ്പുറത്ത്, അവരെ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കഴിഞ്ഞ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാമായിരുന്നു. എനിക്ക് മനസ്സിലായില്ല, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ശ്രീകുട്ടി എന്ന മിടുക്കിയായ പെൺകുട്ടിയെ സുരേഷ് കുമാർ എന്ന് പറയുന്ന നരാധമനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പറയാൻ വേണ്ടി പറ്റില്ല, മദ്യപിച്ച് യാതൊരു ബോധവുമില്ലാതെ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് വാതിൽക്കൽ ഈ കുട്ടി നിന്നു എന്നുള്ള കാരണം പറഞ്ഞാണ് ഇവൻ കാലെടുത്ത് ആഞ്ഞ് ഈ കുട്ടിയെ ചവിട്ടി തെറിപ്പിച്ചത് ഒരു കാട്ടുപ്രദേശത്തേക്കാണ്. അവിടേക്ക് ഒരു ആംബുലൻസിനോ അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തിനൊന്നും പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടി പറ്റില്ല. ഈ പെൺകുട്ടി അവിടെ കിടന്നു മണിക്കൂറുകളോളം ഇതുപോലെ ഈ ട്രാക്കുകൾക്കിടയിലുള്ള ഇങ്ങനെയുള്ള ഈ സ്ഥലത്ത്. ആ കുട്ടി ഇങ്ങനെ ഒരുപാട് സമയം കിടന്നു. ആ പെൺകുട്ടി മരണത്തിനോട് മല്ലടിച്ച് ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തുടരുകയാണ്. അവരെ ഇങ്ങനെ ഈ ക്രൗഡിനിടയിൽ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പൊ ഞാൻ കാര്യം പറയട്ടെ, ചെറിയ കുട്ടികൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ എന്തുമാത്രം ക്രൗഡായിരുന്നു. അല്ല, നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് പട്ടിയും പൂച്ചയൊന്നും അല്ലല്ലോ ഈ വണ്ടിയിൽ യാത്ര. എല്ലാവരും മനുഷ്യന്മാരല്ലേ? അല്ലല്ല, അങ്ങനെയല്ലേ. അല്ല, ഈ ബ്രദർ മനസ്സിലായി. കഴിഞ്ഞ സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾ ഇവരെ അങ്ങോട്ട് മാറ്റണം, ഞങ്ങൾ മാറ്റാം. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നത്? കേന്ദ്ര ഗവൺമെന്റ് എന്തിനാണ് TTR ശമ്പളം തരുന്നത്? ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് എന്തിനാണ് TTR ശമ്പളം കൊടുക്കുന്നത്? അല്ല, RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇവിടെ കുറെ പേരെ നിർത്തിയിട്ടുണ്ട്. ഇവർക്കൊക്കെ എന്തിനാണ്? കമ്പാർട്ട്മെന്റ് മാറി കഴിഞ്ഞാൽ ഞാൻ മാറ്റി കൊടുക്കാനുള്ളത് അല്ലല്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എനിക്ക് ആൻസർ താ. അങ്ങ് ടിക്കറ്റ് വെക്കാൻ വരുന്ന പോലെ ഈ TTR-മാരെല്ലാം വരുന്നത് ഈ കണ്ടമാനം എന്തുമാത്രം ആളുകളാണ്. ഇവരെങ്ങനെ പിന്നെ മൂളി കയറുന്ന യാത്ര ചെയ്യുമോ? എനിക്ക് നിങ്ങൾ പറഞ്ഞ മനസ്സിലായി. റിസർവേഷൻ കയറാൻ പാടില്ല, മനസ്സിലായി. പക്ഷെ ആ സ്റ്റേഷൻ നിങ്ങൾ മാറ്റിക്കണമായിരുന്നു. അങ്ങനെ ഉണ്ട്. ഈ കുഞ്ഞു കുട്ടികളടക്കം ഇവിടെ ശ്വാസം മുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമോ ഓക്സിജൻ? ഈ കരൂരെ വിജയുടെ പ്രശ്നം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കരൂർ ഇഷ്യൂ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ മെല്ലെ ഒരു സൈഡിൽ നിന്നൊക്കെ ചുമ നമുക്ക് കേൾക്കാം. ശ്വാസം മുട്ടുന്ന ഒരു ഫീലാണ് കുട്ടികൾക്കൊക്കെ. അങ്ങനെ നിങ്ങൾ കാര്യമില്ല. എന്ത് ജനറൽ എന്ത് വകുപ്പിലാണ് പറയുന്നത്? നിങ്ങൾ പറയാൻ പറ്റില്ല. നിങ്ങൾ സമയത്ത് ചെയ്യണമായിരുന്നു. അല്ല, ഈ വണ്ടി കോഴിക്കോട് നിർത്തിയിട്ട് ഇങ്ങോട്ട് വന്ന് ഈ വണ്ടി കോഴിക്കോട് നിർത്തിയിട്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന ഒറ്റ കാര്യം. നമ്മൾ ചോദിക്കുന്ന ഒറ്റ കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന ഒറ്റ കാര്യം ഇതാണ്. നിങ്ങൾ ഇതിന് ആൻസർ തരണം. നിങ്ങൾ TTR ആണ്, നിങ്ങൾ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് നിങ്ങൾ എനിക്ക് ആൻസർ തന്നേ പറ്റുള്ളൂ. കോഴിക്കോട് വണ്ടി നിർത്തിയപ്പോ നിങ്ങൾക്ക് വേണമെന്നുണ്ട് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? 2 മിനിറ്റ് സ്റ്റോപ്പിൽ 2 മിനിറ്റ് എല്ലാവരും പുറത്താക്കാൻ പറ്റില്ല. അങ്ങോട്ട് ഞാൻ ചോദിക്കട്ടെ. ഇങ്ങോട്ട് നിൽക്കാം. ഷൊർണൂരിൽ നിന്ന് കയറിയിട്ട് റിസർവേഷൻ ടിക്കറ്റ് ചോദിച്ചു പോയ ആളാണ് ഞാൻ. കിട്ടാതെ വന്നപ്പോൾ അപ്പൊ തന്നെ ഇറങ്ങി ഇവിടെ കയറിയ ആളാണ് ഞാൻ. ഇവിടെ ഇത്രയും ക്രൗഡ് ഉണ്ട്, ഞങ്ങൾ ഇറങ്ങിയിട്ട് വേറെ ട്രെയിനിന് വരും. ഈ കുഞ്ഞു കുട്ടികളടക്കം ശ്വാസം മുട്ടി കഴിഞ്ഞാൽ ആര് സമാനം പറയും? റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് ഇല്ലാതെ കയറിയാൽ TTR-നോ സ്ക്വാഡിനോ അവരെ അടുത്ത ലോക്കൽ കമ്പാർട്ട്മെന്റിലേക്ക് പറഞ്ഞയക്കാം. ഇല്ലെങ്കിൽ വലിയ തുക ഫൈൻ അടിക്കാം. ഒരുപാട് ജനമുണ്ടെങ്കിൽ തീർച്ചയായും അവരെ ഇറക്കി മറ്റൊരു കമ്പാർട്ട്മെന്റിലേക്ക് കയറ്റുവാൻ വേണ്ടി ചെയിൻ വലിച്ച് സ്റ്റേഷനിൽ നിർത്തി വേണം അത് ചെയ്യുവാൻ. ഇല്ലെങ്കിൽ ഈ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി ലോക്കൽ കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്ന ആളുകൾക്ക് അവിടെ കയറുവാനുള്ള സമയം കിട്ടില്ല. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും അടങ്ങുന്ന വലിയൊരു സമൂഹം ട്രെയിനിന്റെയും പ്ലാറ്റ്ഫോമിന്റെയും ഇടയിൽപ്പെട്ട് വലിയ അപകടം സംഭവിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. നമ്മളിപ്പോൾ കണ്ട ഈ കമ്പാർട്ട്മെന്റിലെ തിരക്കെന്ന് പറയുന്നത് അതൊരിക്കലും ഒരു നാച്ചുറലായിട്ട് ഉണ്ടായ തിരക്കെന്ന് പറയുന്നത് അത് സൃഷ്ടിക്കപ്പെട്ട തിരക്കാണ്. ഒരു
സ്ക്വാഡ് ഉദ്യോഗസ്ഥന്റെ അശ്രദ്ധ മൂലം അയാൾ സൃഷ്ടിച്ചതാണ്. അവിടെ തൊട്ട് മുൻപിൽ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ആ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ നിന്ന് സ്റ്റേഷനിൽ നിർത്തുമ്പോൾ പുറത്തിറക്കിയിട്ട് മറ്റൊരു കമ്പാർട്ട്മെന്റിലേക്ക് കയറ്റാം. റിസർവേഷനോട് ചേർന്ന് ഈ ഒറ്റ കമ്പാർട്ട്മെന്റ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ഈ കമ്പാർട്ട്മെന്റിൽ നിന്ന് അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല, കാരണം ക്ലോസ് ആണ്. ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റിലൊന്നും മദ്യപിച്ച് ബോധമില്ലാത്ത സുരേഷ് കുമാറിനെ പോലുള്ള ഒരു വൃത്തികെട്ടവന്റെ പ്രസൻസിന്റെ ആവശ്യമില്ല. അവൻ ചവിട്ടിയിടേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ആ ഡോറിനടുത്ത് നിൽക്കുമ്പോൾ ഒന്ന് ആഞ്ഞു പോയാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തള്ളി കയറ്റുമ്പോൾ അടുത്ത ആൾ വന്ന് വേറൊരാളുടെ മേത്തേക്ക് വീഴുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഡോറിനടുത്തേക്ക് ഇങ്ങനെ വലിഞ്ഞിങ്ങനെ പുറത്തേക്ക് ഇപ്പൊ വീഴും എന്നുള്ള രീതിയിലാണ് ജനം നിൽക്കുന്നത്. ഇവരെല്ലാം തള്ളി ഇങ്ങനെ സൈഡിലേക്ക് ഒതുക്കി ആ സൈഡിൽ നിൽക്കുന്ന ആളുകൾ വീണ്ടും ഡോറിനടുത്തേക്ക് വരുന്നു. ഡോറിനടുത്ത് എല്ലാവരും വീഴാൻ ഭാഗത്തിൽ ഇങ്ങനെ പിടിച്ച് കിടക്കുകയാണ് ആളുകൾ. ഇതൊന്നും ഈ സ്ക്വാഡ് ഉദ്യോഗസ്ഥന് അറിയണ്ട, അയാൾക്കൊന്നും അറിയണ്ട. അയാൾ എല്ലാവരും തള്ളി ഇങ്ങനെ ഒതുക്കിയിട്ട് അതിന് നടുക്കൂടെ ഒരു ബടം ഉണ്ടാക്കി നല്ല ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള മനുഷ്യനാണ് അയാൾ. നിങ്ങളെല്ലാവരും വിഷ്വൽ കണ്ടതാണ്. അയാൾ അതിന്റെ ഇടയിൽ കൂടെ വളരെ സ്മൂത്ത് ആയിട്ട് ഈ കുട്ടികളെ സ്ത്രീകളെ തള്ളി ഒതുക്കിയിട്ട് ഇയാൾ പോവുകയാണ്. ഈ തള്ളലും മുന്തലും ഒക്കെ സഹിച്ച് നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള നമ്മുടെ മലയാളികൾ ഒട്ടനവധി ആളുകൾ ഇത് അനുഭവിച്ച് ഇവരുടെയൊക്കെ മുഖത്ത് ഇതിന്റെ ആ ഒരു റിയാക്ഷൻ നമുക്ക് കാണാം. പക്ഷെ ഒരൊറ്റ ഒരാൾ വാ തുറന്ന് ചോദിക്കുന്നില്ല. ലോക്കൽ കമ്പാർട്ട്മെന്റുകൾ ഒന്നും തമ്മിൽ പരസ്പരം കണക്ഷൻ ഇല്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ വിഷയമാണ്. എന്നാൽ ഇന്റർസിറ്റി പോലെയുള്ള മറ്റു ട്രെയിനുകളിൽ ലോക്കൽ കമ്പാർട്ട്മെന്റുകളിൽ നിന്നും മറ്റൊരു ലോക്കൽ കമ്പാർട്ട്മെന്റിലേക്ക് പോകാനായിട്ട് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല, അകത്തുകൂടെ തന്നെ പോകാൻ സാധിക്കും. അത് ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഇത്രയും ക്രൗഡിനെ തള്ളി കയറ്റാണോ ചെയ്യുന്നത്? ഇതല്ല ശരി. ഈ തിക്കും കൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കഴിഞ്ഞ ശേഷം സെൻട്രൽ ഗവൺമെന്റ് ശമ്പളം സെൻട്രൽ ഗവൺമെന്റ് ശമ്പളം മേടിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ശരി തന്നെ. ഇവിടെ എല്ലാവരും മനുഷ്യന്മാർ തന്നെ. അതൊന്നും ശരിയായ നിലപാടല്ല. ഈ കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ കൂടെ നിൽക്കുക, എല്ലാവരും കൂടി തള്ളി. അല്ല ഞാൻ ഒരുമിച്ച് എല്ലാം നിൽക്കട്ടെ. നിങ്ങൾക്ക് ഈ വണ്ടി കണ്ണൂരിൽ നിന്ന് ഇവരെ മാറ്റി കയറ്റാൻ പാടില്ലേ? ഈ കണ്ണൂർ എത്തുമ്പോൾ ഇവരെ തള്ളി വലിച്ച് എല്ലാവരും കൂടി ഇങ്ങോട്ട് കയറ്റുന്നു. 2 മിനിറ്റ് സ്റ്റോപ്പിൽ അങ്ങനെ മാറ്റാൻ പറ്റില്ല. അങ്ങനെ മാറ്റരുത്. നിങ്ങൾ കയറ്റരുത്, വണ്ടിയിൽ നിങ്ങൾ വണ്ടി കയറ്റരുത്. ഞാൻ ഒന്നും പറയല്ലേ. ഈ വണ്ടി ഓടുന്നത് ഇന്ത്യ മഹാരാജ്യത്താ. ഞങ്ങളെല്ലാരും ഈ നിൽക്കുന്ന ഓരോരുത്തരും ടാക്സ് അടയ്ക്കുന്ന പൈസ ഈ ട്രെയിൻ അടക്കം ആവർത്തനം വേണ്ട. ആ കമ്പാർട്ട്മെന്റിൽ ഇയാളുടെ ഉപദ്രവം സഹിച്ചവിടെ കൂടി നിന്നിരുന്നവരെല്ലാവരും ചേർന്ന് ഒന്നിച്ച് ക്ലാപ്പ് ചെയ്തു. അതൊന്നും എനിക്കൊരു ആവേശമായിരുന്നില്ല. അന്യായമെന്ന് തോന്നിയ വിഷയം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഓരോരുത്തരും ടാക്സ് അടയ്ക്കുന്ന പൈസയാണ് ഈ ട്രെയിൻ എന്ന് പറയുന്നത്. ഈ കൊച്ചിൻകാർക്ക് ശ്വാസം മുട്ടിയാൽ നിങ്ങൾ സമാനം അറിയോ? നിങ്ങൾ മെഡിക്കലായിട്ട് ജയം കളിച്ച് എല്ലാവരും ഇങ്ങോട്ട് എത്തുന്നുണ്ടായിരുന്നല്ലോ. റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തോ ഒരു ഭയപ്പാടാണ്. ഇപ്പൊ അങ്ങോട്ട് തൂക്കിക്കൊന്നുകളയും നമ്മളെ നേരിട്ട് അങ്ങോട്ട് പിടിച്ചിരുന്നുള്ള ഒരു ധാരണയാണ് നമ്മുടെ ജനങ്ങൾക്ക്. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ മനുഷ്യ സമൂഹം നമുക്ക് റെയിൽവേയിൽ നിന്ന് സുരക്ഷ കിട്ടുന്നില്ല. ഒന്ന് പറഞ്ഞാൽ വണ്ടി അങ്ങോട്ട് നീങ്ങുമ്പോൾ തന്നെ അതിനിടയിൽ വീണ് എത്ര പേരാണ് മരണപ്പെടുന്നത്. ഉന്തിത്തള്ളി ട്രെയിനിലേക്ക് ഇങ്ങനെ ഓടി വന്നൊക്കെ ആളുകൾ കയറുമ്പോൾ ഇടയിലുള്ള വിടവിലൊക്കെ ആളുകൾ പോകുന്നു, കയ്യും കാലും പോകുന്നു, അടിയിൽ പോയി ആളുകൾ മരണപ്പെടുന്നു. എത്രയോ കാഴ്ചകൾ നമ്മളിങ്ങനെ നിരന്തരം കാണുന്നു. മനുഷ്യന് എന്ത് വിലയാണ് ഈ ഇന്ത്യൻ റെയിൽവേ കൽപ്പിക്കുന്നത്? നല്ല TTRമാർ സ്ക്വാഡ് ഉദ്യോഗസ്ഥരൊന്നും ഇല്ല എന്നുള്ളതല്ല നമ്മൾ പറഞ്ഞു വെക്കുന്നത്. 1000 തേൻതുള്ളിയിൽ ഒരു മീൻതുള്ളി വീണാൽ എന്ന പോലെ ഒരു സ്പേസ് കിട്ടുന്നവരെ സമാധാനം തന്നെയാണ് സാർ. ഞാൻ ഒറ്റക്കാരെ ചോദിച്ചിട്ടുള്ളൂ. ഈ മനുഷ്യന് ഈ കണ്ണൂര് നിർത്തുമ്പോ 2 മിനിറ്റ് അവിടെ സ്റ്റോപ്പ് എന്ന് പറയുന്നു. ഈ ചങ്ങലയും ഈ കോപ്പൊക്കെ പിന്നെ എന്തിനാ? ഇവിടെ റെയിൽവേ റൂളില്ലേ? ഈ ട്രെയിൻ എന്തിനാ ഓടിക്കുന്നത്? ഇവിടുത്തെ സാധാരണ മനുഷ്യന് വേണ്ടിയാണ് ട്രെയിൻ ഓടിക്കുന്നത്. അവിടെ ചെയിൻ വലിച്ച് നിർത്തണം 5 മിനിറ്റ് 5-10 മിനിറ്റ് നിർത്തിയിട്ട് ആളുകൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ വണ്ടി എടുക്കാൻ. നിങ്ങൾക്ക് പഠിക്കാനുള്ള പെർമിഷൻ ഇല്ലെങ്കിൽ ഈ ആളെ ഇങ്ങനെ മാറ്റാൻ നിങ്ങൾക്ക് പെർമിഷൻ തന്നെ എന്ത് വകുപ്പില്ല? ഇത്ര ആളുകൾ ഈ ശ്വാസം മുട്ടി ഇതിനകത്ത് നിൽക്കുന്ന ആര് പെർമിഷൻ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഈ വണ്ടിയിൽ പോലെ പട്ടിയും പൂച്ചയല്ല, ഇതിൽ പോകുന്ന മനുഷ്യന്മാരാ. ഇത്രയും കുഞ്ഞുങ്ങളുടെ വണ്ടിയിൽ തോന്നിയ ദിവസം കാണിച്ചിട്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലത്. സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കുന്ന സർക്കാർ ഈ പെണ്ണുങ്ങളെ മുഴുവൻ പട്ടിയെ ഓടിക്കുന്നവരെ ഓടിച്ചു നിർത്തുന്ന അങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. അല്ലെ തോന്നിയ ദിവസം കാണിച്ചു. രാജേഷ് സ്ക്വാഡ് കണ്ണൂർ രാജേഷ്. ഓക്കെ. സ്ക്വാഡ് ഉദ്യോഗസ്ഥനോടുള്ള എന്റെ ചോദ്യങ്ങൾക്ക് അയാളുടെ മറുപടി പലതും ഞാൻ ശ്രദ്ധിച്ചത് വണ്ടി 2 മിനിറ്റല്ലേ നിർത്തുന്നുള്ളൂ, അപ്പൊ ഞാൻ എങ്ങനെ ഇറക്കി മാറ്റി കയറ്റും എന്നൊക്കെയുള്ള ഈ തട്ടാമുട്ടി ആയിട്ടുള്ള ആൻസറുകളാണ് പുള്ളി നമുക്ക് തന്നത്. പക്ഷെ അതല്ലല്ലോ, അയാൾ റെയിൽവേ ഉദ്യോഗസ്ഥനല്ലേ. പബ്ലിക്കിന് എന്തെങ്കിലും ഒരു ആപത്ത്, അവരുടെ ജീവൻ ആപത്തൊന്നൊരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ എന്താണ് റെയിൽവേ അധികൃതർ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത സ്റ്റേഷനിൽ വണ്ടി നിർത്തിക്കണം, ഡ്രൈവർക്ക് ഇൻഫർമേഷൻ കൊടുക്കണം. ഇല്ലെങ്കിൽ അതുകൊണ്ടല്ലേ അതുമേൽ ഒരു ചെയിൻ പോലുള്ള സാധനം തൂക്കിയിട്ടുണ്ടല്ലോ. നമ്മളൊക്കെ വലിച്ചാലല്ലേ ഫൈൻ. അവരത് വലിച്ച് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. മുമ്പിൽ 2, 3, 4 ലോക്കൽ കമ്പാർട്ട്മെന്റ് ഉണ്ട്. അതിലേക്കൊക്കെ ആളുകളെ കയറ്റാനുള്ള ഒരു 10 മിനിറ്റോടെ നിർത്തിയിടാൻ വേണ്ടി തയ്യാറാവണം. അതല്ലാതെ സാധാരണക്കാരന്റെ ജീവൻ വെച്ചാണോ ഇവർ കളിക്കേണ്ടത്? ഇവിടെ ഇപ്പൊ ഒരു ശ്വാസം മുട്ടുണ്ടായി, ഇവിടെ പെട്ടെന്ന് ട്രൈ ആയി, നമ്മൾ ഓക്സിജൻ കിട്ടാവുന്ന പള്ളി പോയി പറഞ്ഞാൽ മതി. എത്ര ഇതോടെ നിൽക്കുന്നത്? ആ കുഞ്ഞു കൊച്ചിനെ വലിച്ചു മാറ്റുന്ന ആ കുഞ്ഞിനെ കാണിച്ചേ. ഈ കൊച്ചു നോക്കിയേ, ഒരു കൊച്ചിരിക്കുന്നുണ്ടോ അടുത്ത്?
എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരായിട്ടുള്ള നമ്മൾ കരമടയ്ക്കുന്ന പൈസ എന്ന് പറയുന്നതാണ് പച്ച പരമാർത്ഥം. ഇതാണ് ഇവരുടെയൊക്കെ ശമ്പളവും ഇവരുടെയൊക്കെ ഈ റെസിഡൻസുകൾ ഇവരുടെ എല്ലാം ഈ തിന്ന് ഈ പെരുക്കുന്നതിന്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാന ഒരു മൂല കാരണം എന്ന് പറയുന്നത് എന്താ? നമ്മുടെയൊക്കെ പണം തന്നെയാണ്. അതല്ലാതെ നൂലിൽ കെട്ടി ഇറക്കി ആരും ഇവർക്ക് ചെലവിന് കൊടുക്കുന്നില്ല. അതെന്താ തോന്നിയ സ്ത്രീകളും കുട്ടികളും ഇവിടെ നിന്ന് അയാളെന്താ വിഴുങ്ങും? നിങ്ങൾ നോക്കി ആ കുട്ടികളോട് ടൈറ്റായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ടൈറ്റായിട്ട് കൊച്ചുങ്ങളും കൂടെ നിൽക്കുന്നു. നിങ്ങൾ ഇവിടെ മാറി തോന്നി ഒന്നും സംഭവിക്കും. നിങ്ങൾ അവിടെ അയാൾ എന്താ പറയുന്നത് നമുക്ക് കാണാമല്ലോ. കൊച്ചുങ്ങളായിട്ട് എന്താ ആ കുഞ്ഞിനായിട്ട് കൂടെ നീങ്ങുന്നത് ഒന്നും ചെയ്യുന്നു. ഒരാൾ കോപ്പ് തുടങ്ങി. അങ്ങനെ ഈ കുഞ്ഞാടുകൾ അനുസരിക്കുന്നവരെ അനുസരിച്ച് വരാൻ വേണ്ടി ഇയാൾ ആരാണ്? നാട്ടുരാജാവോ? ഒരു മിനിമം മര്യാദ എന്ന് പറയുന്ന സാധനമില്ല. മിനിമം മര്യാദ നാട്ടുരാജാവോ? TTR എന്ന് പറഞ്ഞ നാട്ടുരാജാവോ? ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറയുമ്പോൾ ഒരു അഹംഭാവമാരി ഉണ്ട്. ഇവിടെ RACനെയും വെയിറ്റിംഗ് ലിസ്റ്റുകാരെയും വെയിറ്റിംഗിൽ നിർത്തിയിട്ട് ഇവർ 500,000 സീറ്റ് കൊടുക്കും. എന്നോട് ചെയ്ത ഞാൻ 800 രൂപ 2 സീറ്റ് തരാം. 2 പേർക്ക് എവിടുന്നേക്ക്? കാസർഗോഡ്. കോഴിക്കോട് കാസർഗോഡേക്ക് 400 വെച്ച് കൈക്കൂലി ചോദിച്ചു. ഏത് വകുപ്പിൽ എവിടെ 400 രൂപ ഉള്ളത്? എവിടെ 400 രൂപ ഉള്ളത്? ഇത് കൈക്കൂലിയാണ്. RAC വെയിറ്റിംഗ് ലിസ്റ്റും 100 കണക്കിന് ആളുകൾ നിൽക്കാൻ പോലും സ്ഥലമില്ലാതെ അവിടെ RAC വെയിറ്റ് ലിസ്റ്റ് നിൽക്കുമ്പോൾ ഇവർ ഈ 500,000 കൈക്കൂലി മേടിച്ചിട്ട് ഇവർ സീറ്റ് കൊടുക്കും. നിങ്ങൾ RACയിലാണെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ഇല്ല. നിങ്ങൾക്ക് ടിക്കറ്റ് ഇല്ല. ഇത്രയും കൊച്ചുകൾ ഇവിടെ നിൽക്കുക. നമ്മൾ മിണ്ടാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു തള്ളു വന്നിട്ടുണ്ടല്ലോ. കുട്ടികൾക്ക് ആർക്കെങ്കിലും അസ്വസ്ഥതയുള്ള കുട്ടികളാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ തീർന്നു. ആ കൊച്ചിന്റെ അമ്മയ്ക്ക് വെട്ടമുള്ളവും അമ്മയ്ക്ക് ശ്വാസം മുട്ടും. കൂടെ നിൽക്കുന്നവർക്ക് ട്രെയിനിൽ മദ്യപിച്ച് കയറാൻ പാടില്ല എന്ന് പറയുന്ന വ്യക്തമായിട്ട് റൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ ഇരുന്ന് സിഗരറ്റ് വലിക്കാൻ വേണ്ടി പാടില്ല. ഇതിനൊക്കെതിരായ നിയമങ്ങൾ നിലവിലുള്ളതാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരടക്കമുള്ള ആണുങ്ങളാണ് കൂടുതലും. എത്ര പേരാണ് മദ്യപിക്കാതെ യാത്ര ചെയ്യുന്നവരുള്ളത്? ഏറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മദ്യപിച്ച് കയറുന്നവരെ ബ്രീത്ത് അനലൈസറുമായിട്ട് ഏതെങ്കിലും ഒരു RPF ഉദ്യോഗസ്ഥർ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവന്മാർ മദ്യപിച്ച് ഇതിനകത്ത് കയറിയിട്ട് ഈ പെൺകുട്ടിയെ ചവിട്ടി താഴെ ഇട്ടു. ഇനി ഇതെല്ലാം പോട്ടെ, ഇവൻ ഈ ഫിറ്റും പുറത്ത് കയറി ആ കമ്പാർട്ട്മെന്റ് ഡോറിനെടുത്ത് നിൽക്കുകയാണ്. ഇവൻ അവിടുന്ന് അഭ്യാസം കാണിച്ചു. ഒന്ന് പിടിവിട്ട സമയത്ത് ഈ ഓൾറെഡി അവൻ ആട്ടത്തില്ല. ട്രെയിൻ മൊത്തം ആടുകയാണ്. ഈ ഒരാട്ടത്തിൽ ഒരു പിടി അഴിഞ്ഞു കഴിഞ്ഞ് ഇവൻ നേരെ പുറത്തേക്ക് വീടില്ലേ? എവിടെയാണ് മനുഷ്യാവകാശ കമ്മീഷനും മറ്റുള്ള സംവിധാനങ്ങളും ഒക്കെ? എന്താ നിങ്ങളുടെ കൈക്ക് എന്താ പറ്റിയത്? എന്ത് പറ്റിയതാ? അത് ക്രാക്കാണോ? ഒടിഞ്ഞതാണ് അവരുടെ കൈ. ഇവിടെ ഭരിക്കുന്ന സർക്കാർ നമ്മൾ തിരഞ്ഞെടുത്ത MLA മാരും ഇവരൊക്കെ ഉള്ളത്. ആരെങ്കിലും ഒരാൾ വെപ്രാളം പിടിച്ചിട്ട് ഒന്ന് ശ്വാസം മുട്ടുന്ന പോലെ ആയിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോകില്ലേ? എല്ലാവരും സാധാരണ മനുഷ്യന്മാരാണ്. വണ്ടി പെട്ടെന്ന് വരുമ്പോൾ അതിലേക്ക് ഓടി അങ്ങോട്ട് കയറുന്നു. അത് കഴിഞ്ഞ് ഇത് പലരും ഒരു കാര്യമുണ്ട്, റിസർവേഷൻ ആണോ ലോക്കൽ കമ്പാർട്ട്മെന്റ് ആണോ എന്നൊക്കെ അറിയാതെ കയറുന്നവരുമുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഈ പല ആളുകളും അവരുടെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ മാറുന്നുണ്ട്. ഇത് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇവിടെ നിന്ന് നിർത്താതെ ആകാശത്തോടെ പറന്നു വന്ന വണ്ടിയൊന്നുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത സ്റ്റേഷനിൽ നിർത്തുമ്പോൾ ഈ ആളുകളെ അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് കയറ്റി വിടാം. അതിന് പകരം ഈ ഇത്രയും വലിയ ക്രൗഡിനിടയിലേക്ക്, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇടയിലേക്ക് ആളുകളെ ഇങ്ങനെ തള്ളിക്കയറ്റുന്ന ഒരു മര്യാദയാണോ എന്ന് ഞാൻ ഈ സ്ക്വാഡ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു. മാത്രമല്ല, ഇങ്ങനെ തള്ളിക്കയറ്റുമ്പോൾ ഈ കുട്ടികളുടെ സ്ത്രീകളുടെ ജീവന് എന്തെങ്കിലും ആപത്തുണ്ടായാൽ നിങ്ങൾ സമാധാനം പറയുമോ എന്ന് ഞാൻ സ്ക്വാഡ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു. അയാൾ പറയുകയാണ്, ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല, ഇപ്പൊ തന്നെ മാറി കയറിയേ പറ്റൂ. ജനങ്ങളാണ്, ജനങ്ങളുടെ സൗകര്യത്തിനും ജനങ്ങളുടെ ജീവിത സുരക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഇതല്ല. അല്ലാതെ തെരുവ് നായ്ക്കളല്ല ആ വണ്ടിയിലുള്ളിലുള്ളത്. ഇതിലും കൂടുതൽ വിലയും മര്യാദയും ഒക്കെ തെരുവ് നായ്ക്കൾക്ക് ലഭിക്കുന്നില്ലേ? ഞാൻ ചോദിക്കുന്ന ഒന്നും കേൾക്കാൻ വേണ്ടി അയാൾ കൂട്ടാക്കുന്നില്ല. എന്റെ സംശയ നിവാരണത്തിനായി ഞാൻ ഇന്ത്യൻ റെയിൽവേയുടെ അധികൃതരെ സമീപിച്ചു. തിരക്കുകൾ കൊണ്ടാവണം അവരുടെ കയ്യിൽ നിന്ന് ഒരു മറുപടി എനിക്ക് ലഭിച്ചില്ല. ഞാനൊരു സാധാരണ TTRനെ സമീപിച്ചു. അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം. ഇവിടെ ശ്വാസം മുട്ടുന്ന അവസരത്തിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളും എല്ലാവരും കൂടെ വന്ന് മുഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ അടുത്ത സ്റ്റേഷൻ നിർത്തുമ്പോഴല്ലേ കയറ്റാൻ വേണ്ടി സാധിക്കുക? അത്രേ പറ്റുള്ളൂ. അല്ലാതെ പാടില്ലല്ലോ. ദേഹത്തോടെ നമുക്ക് പറ്റില്ലല്ലോ. അതൊക്കെ പോലീസ് അറിയിക്കണം. പോലീസ് മെസ്സേജ് കൊടുക്കുക, അവര് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ബലമായിട്ട് ഈ ലോക്കൽ കമ്പാർട്ട്മെന്റ് തള്ളിക്കയറ്റിക്കാൻ പാടില്ല. ചെയ്യാൻ പറ്റില്ല. നമുക്ക് നിയമപരമാണ്. ഓക്കെ സാർ. സാറിന്റെ പേരെന്താണ്? താങ്ക്സ്. ഇത്രയുമേറെ അഹങ്കാരത്തിന്റെ ഷോയുടെ ഒന്നും ആവശ്യമില്ല. ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് ഊരി കെട്ടി ഇറക്കിയിട്ടാണ് സാധനമൊന്നുമല്ല. ഒരു ഡോർ തുറന്നു കിടക്കുന്നുണ്ട് ലോക്കൽ കമ്പാർട്ട്മെന്റിലേക്ക്. അപ്പോൾ റിസർവേഷൻ ആളുകളെല്ലാം ഇങ്ങോട്ട് ലോക്കലിലേക്ക് കയറ്റുകയാണ്. പക്ഷേ ലോക്കൽ അങ്ങ് നിറഞ്ഞങ്ങ് ഫുള്ളായി. ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നിട്ട് അങ്ങ് ഫുള്ളായി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക? ആ വണ്ടി നിർത്താതെ ഇവർക്ക് ഇറങ്ങി കയറാൻ പറ്റില്ലല്ലോ അടുത്ത ലോക്കൽ കമ്പാർട്ട്മെന്റിലേക്ക്. പറ്റില്ലല്ലോ. അപ്പം ഈ സ്ക്വാഡംഗം TTL ഒരു സ്ക്വാഡംഗമാണ്. പുള്ളി ഇങ്ങനെ എല്ലാവരെയും തള്ളി ഇതിനകത്ത് കയറ്റിക്കൊണ്ടിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ ഓടുന്ന വണ്ടിയിൽ നിന്ന് ആളുകളെ ഇങ്ങനെ ഈ ലോക്കൽ കമ്പാർട്ട്മെന്റിലേക്ക് തള്ളി അടിച്ച് ശ്വാസം ഒരു ജാലിയൻവാലാബാഗ് സൃഷ്ടിക്കപ്പെടുന്നതിന് തുല്യമാണുള്ളത്. അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് രാജേഷാണ്, കണ്ണൂർ സ്ക്വാഡിൽ ഉള്ളതാണെന്ന് പറയുകയും ചെയ്തു. പുള്ളി കുഞ്ഞു കുട്ടികളും സ്ത്രീകളും കൂടെ ഈ കമ്പാർട്ട്മെന്റിൽ അങ്ങ് ശ്വാസം മുട്ടി നിൽക്കുകയാണ്. ലോക്കൽ ടിക്കറ്റുമായിട്ടാണ് കയറുന്നത്. അങ്ങനെ കയറാൻ പാടില്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ കാല് കുത്താൻ ഇടമില്ലാതെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അവരെന്താ ചെയ്യുക? അവർ തീർച്ചയായിട്ടും റിസർവേഷൻ കമ്പാർട്ട്മെന്റിനെ ആശ്രയിക്കും. അങ്ങനെ വരുമ്പോൾ TTRമാർ എന്താ ചെയ്യുക? അടുത്ത സ്റ്റേഷനിൽ നിർത്തുമ്പോൾ അവരോട് ഇറങ്ങി മാറി കയറാൻ വേണ്ടിയിട്ട് പറയും. അതിന് പകരം ഈ റിസർവേഷൻ കമ്പാർട്ട്മെന്റിനോട് ചേർന്നുള്ള ഈ കമ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ആളുകളെ തിക്കി തിരക്കി കയറ്റുക എന്ന് പറയുന്നത് നമുക്കൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല.